പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, തിരുക്കുടുംബത്തിന്റെ നിറസാന്നിധ്യത്തില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തിൽ നിറഞ്ഞ കൃപ, സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് അന്നു വേണ്ടുന്ന ആഹാരം സ്വീകരിച്ച് ആഹാരത്തിന്റെ ശക്തിയാൽ അനുദിനം മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അന്നു വേണ്ട ആഹാരം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ആ ആഹാരം സ്വീകരിക്കുവാനും അത് സ്വന്തമാക്കാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിവസവും തിരുവചനത്തിലൂടെ ഓരോ അവസ്ഥയും ഓരോ മേഖലകളും നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോ ഈ ആഹാരമാകുന്ന വചനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേകത്തിനു വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പറയും, ചില കാര്യങ്ങൾ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറയും. അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അന്നു വേണ്ട ആഹാരം സ്വീകരിച്ച് അത് ഭക്ഷിച്ച് അതിൽ നിന്ന് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം, നമ്മുടെ മക്കൾക്കിടയാകണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം ജോഷുവയുടെ പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. നമ്മള് ഇന്നലെ കണ്ടു, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ജോഷുവ, നീ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, മോശയുടെ കൂടെ എന്ന പോലെ എന്ന് പറഞ്ഞതാ. എന്നാൽ ഇവിടെ ഈ 7-ാം അധ്യായം നമ്മൾ കാണുന്നത് ഈ പറയപ്പെട്ട ജോഷുവ തോൽപ്പിക്കപ്പെടുകയാണ്. 6-ാം അധ്യായത്തില് ജെറിക്കോയുടെ പതനം നാം വായിക്കുന്നുണ്ട്. സംഭവം നമുക്കറിയാം. 7-ാം അധ്യായത്തില് ആയിപ്പട്ടണം ചെറിയ പട്ടണമാണ്. 2000-3000 പേര് പോയി തോൽപ്പിക്കട്ടെന്ന് പറഞ്ഞിട്ട് 3000 പേര് പോയി. പക്ഷെ തോൽപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, പരാജയപ്പെട്ട് കിടക്കുക. അങ്ങനെ ജോഷുവായും ശ്രേഷ്ഠന്മാരും സമാഗമ കൂടാരത്തിന് മുമ്പിൽ കമിഴ്ന്ന് കിടക്കുക. അങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. തോൽക്കാനുള്ള കാരണം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നത്, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗമിട്ട് കിടക്കുന്നു, എഴുന്നേൽക്ക്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. കുറെ കാര്യങ്ങൾ പറയാ. എന്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ മക്കൾ കൈവശപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് നിഷിദ്ധമാണ്. ഒരു കാര്യം മനസ്സിലാക്കും മക്കളെ, ദൈവം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. അത് ചെയ്താൽ, അത് ഉപയോഗിച്ചാൽ ആ കാര്യത്തിന് പറയുന്ന പേരാണ് നിഷിദ്ധം, നിഷിദ്ധ വസ്തു. കർത്താവ് പറഞ്ഞിരുന്നു ഈ ജനത്തോട്, എനിക്ക് ബലിയായി, 1-ാമത്തെ വചനം 7:1 പറയാ, എനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന കർത്താവിന്റെ കൽപ്പന ഇസ്രായേൽ ലംഘിച്ചു. കർത്താവ് പറഞ്ഞു, ഒന്നും എടുക്കരുത്, കത്തിച്ചേക്കണം, എനിക്ക് ദഹന ബലിയായി അർപ്പിച്ചേക്കണം. അവിടെ ആഖാന്റെ പാപം നമുക്കറിയാം. ആഖാൻ ഒരുത്തൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് സ്വർണവും പട്ടും ഒക്കെ വെള്ളി ഒക്കെ എടുത്തുകൊണ്ട്
അവൻ മോഹം തോന്നി അത് കൂടാരത്തിൽ കുഴിച്ചിട്ടു. കർത്താവ് പറയാ നിഷിദ്ധമാണ്. നിഷിദ്ധ വസ്തു ഇരിക്കുന്നിടത്തോളം കാലം ആണ് കർത്താവ് പറയാ, നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തു നശിപ്പിക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആർക്കും തോൽപ്പിക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് വേണം. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറയാ നിഷിദ്ധ വസ്തു ഇരിക്കുക. ഇതൊരു വലിയൊരു മേഖലയാ. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. മിശ്ര വിവാഹം, തെറ്റായ പ്രേമ കല്യാണം, പ്രേമബന്ധം, അത് നിഷിദ്ധമാ. വചനപ്രകാരം ദൈവത്തിന്റെ മക്കൾ സ്വീകരിക്കേണ്ട വിവാഹമുണ്ട്. മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടി. അതുകൊണ്ട് നിയമാർത്ഥം 7:3 കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ പുത്രിമാരെ അവരുടെ പുത്രിമാർക്കോ അവരുടെ പുത്രന്മാരെ നിങ്ങളുടെ പുത്രിമാർക്കോ വേണ്ടി സ്വീകരിക്കരുത്. അരുത് അരുതെന്ന് പറഞ്ഞ പിന്നെ അത് ചെയ്യരുത്, നിഷിദ്ധമാ. വീണ്ടും പച്ച കുത്തരുത്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 27-ാം വചനം പറയുക, നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, ദേഹത്ത് പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്. ഈ ശരീരം കർത്താവിന്റെ, കർത്താവ് ഉണ്ടാക്കിയത്. അത് ദേഹത്ത് പച്ച കുത്തരുത്. അപ്പൊ ദൈവം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഓട്ടിക്കരുത്, അരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അത് നിഷിദ്ധ വസ്തുവാ മക്കളെ. നിഷിദ്ധ വസ്തു ഇരിക്കുന്നിടത്തോളം കർത്താവ് എന്ന് പറഞ്ഞേ അത് ഞാൻ കൂടെ ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തില് ഇപ്പൊ മദ്യം നിഷിദ്ധമാണ്. ബ്ലേഡ്, കൈക്കൂലി, കഞ്ചാവ്, ഒത്തിരിയേറെ മയക്കുമരുന്ന്, ഇതൊക്കെ നിഷിദ്ധമാണ്. അതുകൊണ്ട് ഇത് നശിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ തോറ്റു. ഇവിടെ അതാ പറ്റിയ, അതിരിക്കുക, നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയും, മക്കളെ നിങ്ങൾ തോൽപ്പിക്കപ്പെടും, നശിപ്പിക്കപ്പെടും. ഒത്തിരിയേറെ പരാജയങ്ങള്, തകർച്ചകൾ കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിഷിദ്ധ വസ്തു നശിപ്പിക്കണം. നമ്മൾ കാണുന്നുണ്ട്, ജോഷുവ ആഖാന്റെ കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം കണ്ട് എടുത്ത് പിടിച്ച് അത് നശിപ്പിച്ച് ആഗോർ താഴ്വരയിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയാ. അനുസരിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മള് ഈ വചനം വെച്ച് ഒത്തിരി വലിയൊരു മേഖലയാണ്. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞതാ, ഈ ഒരു മേഖല വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം മക്കളെ. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ കാര്യത്തിലോ നിഷിദ്ധ വസ്തു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും വ്യക്തിബന്ധത്തിലോ സമ്പത്തിലോ സ്വഭാവത്തിലോ ഇടപെടലിലോ ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ കർത്താവ് പറയാ നശിപ്പിക്കണം, അല്ലെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടാവില്ല. നമ്മുടെ മക്കളുടെ തെറ്റായ സ്നേഹബന്ധങ്ങള്, കൂട്ടുകെട്ടുകള്, ചില സ്വഭാവങ്ങള്, ഇതിനുമായിട്ട് ഈ പച്ചകുത്തന മേഖലയൊക്കെ അച്ഛനെ കുറിച്ച് ടോക്ക് തന്നെ പറഞ്ഞിട്ട് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ പച്ച കുത്തരുത് എന്ന് ടോക്ക് എടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ശക്തികൾ നിർവീര്യമാക്കണം, ഉപേക്ഷിക്കണം, തിരസ്കരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇനി വസ്തുക്കളാണെങ്കിൽ എടുത്തു കളയണം, ബന്ധങ്ങളാണെങ്കിൽ വിച്ഛേദിക്കണം. അതിനു വേണ്ട വലിയ അഭിഷേകത്തിനു വേണ്ടി ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിഷിദ്ധ വസ്തു, ഇപ്പൊ കഞ്ചാവിരിക്കാണ്, മയക്കുമരുന്നിരിക്കാണ്, അല്ലെങ്കിൽ മദ്യമിരിക്കാണ്, അതുപോലെ ബന്ധപ്പെട്ട പ്രേമബന്ധങ്ങള്, ജടിക പാപങ്ങള്, പാപകരമായ വസ്തുക്കള്, മൊബൈല്, ബ്ലൂ ഫിലിം, ഇതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും വലിയ ദുരന്തം എന്നറിയോ? കർത്താവ് കൂടെ ഉണ്ടാവില്ല. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ, തോൽപ്പിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ, ഇനി ഇത് പറയുമ്പോ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും ഒക്കെ ഒന്ന് പരിശോധിക്കണം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ഇവിടുത്തെ ധ്യാനങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വീക്കെൻഡ് ധ്യാനം നമുക്കറിയാലോ, വെള്ളിയാഴ്ച വൈകിട്ടേ തുടങ്ങുള്ളൂ, ഞായറാഴ്ച 4 മണിക്ക് അവസാനിക്കും. ഇനി അടുത്ത ധ്യാനം നമുക്ക് വരുന്നത് ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ മാർച്ച് 1, 2 ഞായറാഴ്ച 4 മണിക്ക് തീരും. പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി മേഖലകളാണ് ഈ ധ്യാനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. അതായത് നമ്മുടെ കുടുംബ കടങ്ങളുടെ പൊറുതി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനെ കടന്നു വന്ന ശാപങ്ങള്, കടങ്ങള്, മരണം, പൈശാചിക സ്വാധീനങ്ങള്, നമ്മുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, വ്യക്തി ജീവിതത്തില്, മക്കളില്, നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന നിഷിദ്ധ വസ്തുക്കള് അതെടുത്തു കളഞ്ഞ് കുമ്പസാരിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് കുടുംബ വൃക്ഷത്തെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് കർത്താവിനെ കൂടെ നിർത്തിയുള്ള ജീവിതം, അതിനു വേണ്ടിയുള്ള വലിയ അഭിഷേകത്തിന്റെ ധ്യാനമാണ് ശക്തീകരണ വിടുതൽ ധ്യാനം. ഇത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ മക്കളിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് സാധിച്ചാൽ
കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി അച്ഛൻ നമ്മുടെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ വാരാന്ത്യ ധ്യാനങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ധ്യാനത്തിന്റെ പേരാണ് ശക്തീകരണ വിടുതൽ ധ്യാനം. നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാനും എടുത്തു മാറ്റാനും കർത്താവിന്റെ വചനത്തോട് ചേർത്ത് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിലൂടെ കർത്താവിന്റെ കൂടെ നിർത്താനും സാധിക്കുന്ന വലിയൊരു ധ്യാനമാണ്. കൂടിയിട്ടുള്ളവർക്കറിയാം. പിന്നെ അതങ്ങോട്ട് ജീവിക്കണം. അതിനുള്ള അഭിഷേകവും കൂദാശയിലുള്ള അടിസ്ഥാനവും നമ്മുടെ സ്വർഗത്തിന്റെ സംരക്ഷണവും സഹായവും അതിസ്വാഭാവികമായ കൃപകളുടെ വലിയ മേഖലകളും ഒക്കെ തുറന്നു തന്നുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ ധ്യാനമാണ്. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് വിളിക്കുന്നു. ഈ ടോക്കിന്റെ അവസാനം ഈ വർഷത്തെ മുഴുവൻ ധ്യാനത്തിന് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്പെഷ്യൽ ധ്യാനങ്ങൾ വയ്ക്കും, തപസ് ധ്യാനങ്ങൾ വയ്ക്കും. അതിനൊക്കെ വേണ്ടി നിങ്ങൾ പരസ്പരം ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, പങ്കുവയ്ക്കുക. അങ്ങനെ നമ്മുടെ ഈ വലിയ ശുശ്രൂഷ അനേക മക്കൾക്ക് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മക്കളെ, നമ്മുടെ ജപമാല പ്രദക്ഷിണത്തിന്റെയും ദിവികാന യാത്രയുടെയൊക്കെ വാഹനം ഒക്കെ അതിന്റെ ഇന്റീരിയർ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പണി പൂർത്തിയാകുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തോളാം. ഒരു 2 മാസം കൂടി, 2 മാസത്തിനോട് ഉള്ളില് നമ്മളെല്ലാം ആരംഭിക്കും. ഏകദേശം ഈ നോമ്പിന്റെ അവസാനത്തോടു കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തരും. പിന്നെ അങ്ങോട്ട് ഈ ആലയത്തില് കർത്താവിന്റെ കരുണയും ജപമാലയുടെ സാന്നിധ്യവും കൊണ്ട് വലിയ ശുശ്രൂഷ കർത്താവ് വ്യാപിപ്പിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ക്ഷണിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. മക്കളെ, നമുക്ക് യുദ്ധം ചെയ്യണം. അതിനുള്ള അടിസ്ഥാനമാണ് ശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ. കർത്താവിന്റെ വലിയ ശക്തിയും സംരക്ഷണവും അതിലൂടെ നമുക്ക് ലഭിക്കും. നിരന്തരമായ പ്രാർത്ഥനയും പോരാട്ടവും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നിഷിദ്ധ വസ്തു നശിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ആരാധനയില് ദിവ്യകാരുണ്യ സ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ്. അങ്ങയുടെ ദൗത്യം പാപങ്ങൾ നീക്കുന്ന വലിയ ദൗത്യമാണ് ഈശോയെ. അതിനുള്ള കാരണം അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. നിഷിദ്ധ വസ്തു ഇരിക്കുന്നിടത്തോളം കാലം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അങ്ങരുതെന്ന് പറഞ്ഞത് ചെയ്യാതെ കർത്താവ് ഞങ്ങൾ ജീവിക്കണം. അതിന് വിരുദ്ധമായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങള്, അകൃത്യങ്ങള് ഈശോയെ ഞങ്ങൾക്ക് അങ്ങയെ തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു നിശ്ചിത വസ്തു നശിപ്പിക്കണം. അതാണല്ലോ കർത്താവെ, പാപം ഏറ്റു പറഞ്ഞ് പാപം വിട്ടുപേക്ഷിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെ, ബന്ധങ്ങളെ, ശീലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഈ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട വലിയ കാര്യത്തെക്കുറിച്ചാണല്ലോ അങ്ങിന്ന് ഞങ്ങളോട് പറഞ്ഞത്. അതിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന് നിരക്കാത്ത കൽപ്പനയ്ക്കെതിരായ എല്ലാം നിഷിദ്ധമാണെന്നുള്ള തിരിച്ചറിവോടെ അത് നശിപ്പിക്കാനുള്ള വലിയൊരു കൃപ, അഭിഷേകം ഇന്നേ ദിനം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. തെറ്റായ സ്നേഹബന്ധങ്ങള്, തെറ്റായ ദുശീലങ്ങള്, തെറ്റായ വസ്തുക്കള്, തെറ്റായ പ്രവൃത്തികള്, തെറ്റായ കൂട്ടുകെട്ടുകള്, മദ്യപാനത്തിന്റെ, ലഹരിയുടെ, കഞ്ചാവിന്റെ, ശരീരത്തെ മലിനമാക്കുന്നതിന്റെ, പച്ചകുത്തലിന്റെ, യേശുവേ, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും വെറുത്തുപേക്ഷിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. യോശുവയെ പോലെ നിഷിദ്ധ വസ്തു നശിപ്പിച്ചുകൊണ്ട് വീണ്ടും അങ്ങയെ കൂടെ നിർത്താനുള്ള വലിയ ഭാഗ്യം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായ വിധത്തില് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപബോധവും പശ്ചാത്താപവും കർത്താവേ ഞങ്ങൾ കേൾക്കണേ.
കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവേ, പാപത്തെ വിട്ടുപേക്ഷിച്ച് അങ്ങയുടെ കരുണ സ്വന്തമാക്കി അങ്ങയെ വീണ്ടും കൂടെ നിർത്തി ഈ ജീവിതം വിജയിക്കുവാൻ, പഠനത്തില്, ബിസിനസ്സില്, കുടുംബജീവിതത്തില്, സാമ്പത്തിക മേഖലകളില്, ജോലി മേഖലകളില് ജയിക്കുവാൻ, അങ്ങയെ കൂടെ നിർത്തി ജയിക്കുവാൻ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിനായി എല്ലാ നിഷിദ്ധമായ വസ്തുക്കളെയും ബന്ധങ്ങളെയും പ്രവൃത്തികളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരുണ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സ്നേഹം സ്വന്തമാക്കട്ടെ. ആ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവ് നഷ്ടപ്പെട്ടു പോകുന്ന നിഷിദ്ധമായി തന്നെ വെറുത്തുപേക്ഷിച്ച് അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കുദാശയിലൂടെ, കുമ്പസാരത്തിലൂടെ നമ്മുടെ മക്കൾ കർത്താവിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവിനെ കൂടെ നിർത്തട്ടെ. കണ്ണീരൊഴുകുന്ന പാപിയിലല്ലോ ദൈവത്തിൻ സ്നേഹം നിറയുന്നത്. അനുതാപമേറുന്ന ഹൃദയത്തിലല്ലോ ദൈവത്തിൻ കാരുണ്യം ചൊരിയുന്നത്. കർത്താവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധം കണ്ണീരോടും പശ്ചാത്താപത്തോടും കൂടെ പാപത്തേറ്റു പറഞ്ഞ് നിഷിദ്ധ വസ്തുക്കളെ നശിപ്പിച്ച് അങ്ങയെ വീണ്ടും ചേർത്ത് പിടിക്കാൻ അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇടയാകട്ടെ. ആ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേശോയേ. ഇവിടെ മക്കൾ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ശുശ്രൂഷയിലൂടെ അനേക മക്കളെ സാക്ഷ്യപ്പെടുത്തിയ മക്കളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങള്, അത്ഭുതങ്ങള്, ജോലി മേഖലയില്, ബിസിനസ് മേഖലയില്, പഠന മേഖലയില്, സ്വഭാവത്തില്, ചില പാപങ്ങൾ വിട്ടുപേക്ഷിക്കുന്നതിലൊക്കെ അനേക മക്കൾക്ക് വലിയ മാറ്റം മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. മക്കളെ, കർത്താവേ, ഞങ്ങളുടെ മക്കളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കണം, അങ്ങയോട് ചേർത്ത് പിടിക്കണം. അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. ഞങ്ങളുടെ മക്കൾ അങ്ങയെ അനുഭവിച്ച് അങ്ങയുടെ സമാധാനത്തിലും സന്തോഷത്തിലും കൃപയിലും ജീവിക്കണം. നന്ദിയോടെ അതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു. ഇനിയും അനേകം കൃപകൾ കൊണ്ട് നിറച്ച് ഞങ്ങളുടെ മക്കളെ കൂടുതൽ കൂടുതൽ അഭിഷേകത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.